ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി അയലക്കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ അയലക്കറി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ കറിവേപ്പില, ഞാൻ 2 തണ്ട് കറിവേപ്പില അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇനി ഇതിനായിട്ട് ഞാൻ ഒരു പഴുത്ത തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 3 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി തക്കാളീൻ്റെ പച്ച സ്മെല്ലെല്ലാം പോയി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 2 സ്പൂണ് കാശ്മീരി മുളകും 1/2 സ്പൂണ് സാധാരണ മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു പരുവമാക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളീൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പോൾ ഈ ഒരു പരുവത്തിനായി എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിനേക്ക് ആവശ്യമായി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ മാറ്റി വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സാക്കി മസാല എല്ലാത്തിലേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി ഇളക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഇളക്കോടെ നമ്മൾ പിന്നെ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ ചട്ടി ചുറ്റിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്ക് മീൻ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുകി ചാറെല്ലാം ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് വാങ്ങുന്നതിന് മുമ്പ് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ നല്ല അടിപൊളി അയല മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും